അനേക മനുഷ്യരുടെ സ്വപ്നങ്ങളെ തകർത്തുകൊണ്ട് ഒരു രാത്രിയിൽ അത്താഴം കഴിഞ്ഞ് നാളത്തെ പ്രഭാതം കണ്ട് ഉണരുവാനുള്ള സ്വപ്നത്തോടെ ഉറങ്ങുവാൻ പോയ ഒരു കൂട്ടം ജനതയെ തന്നെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റിയ ആ മഹാദുരന്തം ഉണ്ടായ ആ ചൂരൽ മലയുടെ ഇന്നത്തെ കാഴ്ചകളിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇന്നും ആ ദേശത്തിന് ആ ഭയം വിട്ടുമാറിയിട്ടില്ല. വർഷങ്ങൾ കടന്നുപോയിട്ടും ആ ദേശത്തിന് പേടി വിട്ടുമാറിയിട്ടില്ല. അവർ ഇന്നും ദുഃഖിതരാണ്. അവരിന്നും ആ നഷ്ടത്തിൻ്റെ വേദനയിൽ ജീവിച്ചു വരികയാണ്. ഒലിച്ചു വന്നതായ മണ്ണും ചേറും അതിലുപരി ചതച്ചു കളയത്തക്കവണ്ണം ഒഴുകിയെത്തിയ പാറക്കല്ലുകളുടെ വലിപ്പവും കണ്ട് നടുങ്ങി നിൽക്കുവാനല്ലാതെ എനിക്കൊന്നും കഴിഞ്ഞില്ല. ഞങ്ങൾ കടന്നു ചെന്ന ഈ ചൂരൽമലയുടെ പ്രദേശം ഞങ്ങൾക്കും ഭീതിജനകമായ ഒരന്തരീക്ഷത്തെയാണ് സമ്മാനിച്ചത്. പ്രതീക്ഷകളോടെ കെട്ടിപ്പണിതുയർത്തിയതായ ഭവനങ്ങൾ പോലും തകർന്നുപോയി. അടിസ്ഥാനം ഉറപ്പോടെ പണിതിട്ടും അടിത്തറ ഇളക്കി മറിച്ചുകൊണ്ട് ഉരുളൻ കല്ലുകൾ ഇളക്കി മറിച്ചു മാറ്റിയത് വീടുകളും ജീവനുകളും ജീവിതങ്ങളും മാത്രമല്ല, പ്രതീക്ഷകളുടെ സ്വപ്നങ്ങളുടെ വലിയൊരു നിലവറ തന്നെയായിരുന്നു. ഇത് ഈ ഭൂമിയിൽ ഒരടയാളമായി ശേഷിക്കുമ്പോൾ മനുഷ്യന് അഹങ്കരിക്കാൻ ഒന്നുമില്ല, നിഗളിക്കാൻ ഒന്നുമില്ല. ഒന്നുമല്ല മനുഷ്യനെന്ന് തിരിച്ചറിയാൻ ഇതൊരടയാളമാണ്. ഇതാരുടെ വീടായിരുന്നുവെന്നും ഇവിടെ ആരാണ് താമസിച്ചിരുന്നത് എന്നും തിരിച്ചറിയാൻ പോലും കഴിയാത്ത നിലയിൽ പ്രകൃതിയുടെ ഈ ക്ഷോഭം ആർക്കും സഹിച്ചുകൂടാനാകാത്ത കാഴ്ച തന്നെയാണ്. എത്രയോ പ്രതീക്ഷകളോടെയാണ് വീട് പണിതത്, എത്രയോ ആഗ്രഹങ്ങളോടെയാണ് അവർ അതിൽ ജീവിച്ചത്, എത്രയോ വലിയ സ്വപ്നങ്ങളെയാണ് അവർ കണ്ടത്. എല്ലാം ഒരു രാത്രി കൊണ്ട് ഒലിച്ചു പോകാൻ ഇടയായി. നമ്മുടെ ഈ ചെറിയ ജീവിതത്തിനിടയിൽ പരസ്പരം മത്സരിക്കാതെ പോരടിക്കാതെ ഒരുമിച്ച് നിൽക്കാം, ഒരുമിച്ച് പ്രവർത്തിക്കാം. ഉള്ളതായ ഈ ഒരായുസ് പരസ്പരം സഹായിച്ചും സ്നേഹിച്ചും സന്തോഷത്തോടെ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ കാഴ്ചകൾ നമ്മെ ഇന്നും ഭയപ്പെടുത്തുന്നെങ്കിൽ കാഴ്ചക്കാരൻ്റെ അനുഭവമല്ല, അനുഭവിച്ചവൻ്റെ വേദനയും വിങ്ങലുമെന്നോർക്കുക. അനുഭവസ്ഥർ ഇന്നും വിറയലോടെയും ഭയത്തോടെയും ചൂരൽ മലയിൽ കഴിയുകയാണ്. അവരിൽ ചിലർ ഞങ്ങളോട് പറഞ്ഞു, അവിടേക്കാരും പെണ്ണിനെ നൽകില്ല, അതിനാൽ യൗവനക്കാരുടെ വിവാഹം നടക്കുന്നില്ല, സ്ഥലം വിറ്റു പോകാനാവുന്നില്ല, ഇത് വാങ്ങാനോ ആരും വരുന്നില്ല, പണിയുമില്ല എന്ന് പ്രായമായ സമീപ പ്രദേശക്കാർ ഞങ്ങളോട് അന്ന് പറയുകയുണ്ടായി. എന്നാൽ ഇതിൻ്റെ നടുവിലും ആശ്വാസമായി ഗവൺമെൻറ് അവർക്ക് വീടുകൾ നിർമ്മിക്കുന്നത് ഞങ്ങൾ കണ്ടു. കുട്ടികൾക്ക് KSRTCയിൽ സൗജന്യ യാത്രയും സ്കൂൾ പഠനവും നടത്തുന്നതും ഞങ്ങൾ കണ്ടു. എങ്കിലും നഷ്ടങ്ങൾ തന്നെ, നികത്താൻ പറ്റാത്ത നഷ്ടങ്ങൾ തന്നെ. ഇതുപോലൊരു പ്രകൃതിക്ഷോഭം ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ